ഹായ് ഓൾ. അങ്ങനെ 10th പ്രിലിംസ് പരീക്ഷ വരാൻ പോവാണ് അല്ലേ. അതിന്റെ ഹോട്ട് ടോപ്പിക് തരാമെന്നൊരു വാക്ക് തന്നിരുന്നു. ആ ടോപ്പിക് ഇന്ന് തന്നെ തരികയാണ്. എന്തുകൊണ്ടാണ് ഇപ്പം തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ തരാതിരുന്നതിന്റെ റീസണും നിങ്ങൾ ഉഴപ്പമെന്നുള്ളത് മാത്രമാണ്. നമുക്കിപ്പോൾ ഏകദേശം ഒരു മാസം ഉണ്ട് മുമ്പിൽ അല്ലേ. ഇനി വേണം ഹോട്ട് ടോപ്പിക്സിലേക്ക് തിരിയാൻ. ഇതുവരെ നിങ്ങൾ പഠിച്ചത് കറക്റ്റ് രീതിയാണ്, എല്ലാ സിലബസും പഠിക്കണം. പക്ഷെ ഇനി മുതൽ ഒരു മാസം മുമ്പ് മാത്രമാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് തിരഞ്ഞുപിടിച്ച് പഠിക്കേണ്ടത്. നേരത്തെ ഈ PDF നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ നിങ്ങൾ ഉഴപ്പിയനെ ഈ ഹോട്ട് ടോപ്പിക്സിലെ പോർഷൻസ് മാത്രം പഠിച്ചേരാം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക് നമ്മൾ റിലീസ് ചെയ്യുന്നത് അല്ലേ. കാര്യം 10th പ്രിലിംസിന്റെ ഡേറ്റ് വന്നു. സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം എന്നാണ് ജൂലൈ 18-നാണ് അല്ലെ. ജൂലൈ 18-നാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഏകദേശം ഒരു മാസം ഉണ്ട്. സ്റ്റേജ് 3ഉം 4ഉം ഓഗസ്റ്റ് 1-നാണ് അല്ലെ. യെസ്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കുക. നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ 10th പ്രിലിംസിന്റെ ഹോട്ട് ടോപ്പിക്സിന്റെ PDF ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം. സോ ഇപ്പം ടെമ്പററി ആയിട്ട് ടെലിഗ്രാമിൽ ചില പ്രശ്നങ്ങളുണ്ട്. നീറ്റിന്റെ എക്സാം നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ടെമ്പററി ആയിട്ട് അതിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ടെലിഗ്രാം എല്ലാം ഓക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെലിഗ്രാം ചാനൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവാൻ പറ്റുന്ന ആൾക്കാർ, അതായത് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടല്ലോ ഇപ്പോൾ, നിങ്ങൾക്ക് ടെക്നിക്കൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നില്ല, നിങ്ങൾ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക കേട്ടോ. ഓക്കെ, ഉടനെ തന്നെ ആവുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എഗെയിൻ 10th പ്രിലിംസിനും ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസ് അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. VFA ഉണ്ട്, കമ്പനി ബോർഡ് ഉണ്ട്, മെയിൻസ് അല്ലെങ്കിൽ ഈ പ്രിലിംസ് പാസ്സായി നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഇതിനൊക്കെ സമഗ്രമായിട്ട് ഒറ്റ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വിക്ടറി ബാച്ച്, ഏറ്റവും അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ കോച്ചിങ് കിട്ടുന്നതാണ്. 10th പ്രിലിംസിന്റെ ക്ലാസ്സുകൾ ഇതിനകത്ത് ലഭിക്കുന്നതാണ് കേട്ടോ. ഫീസ് മാത്രമാണ് ഇത്ര കുറവായിട്ട് ഇട്ടിട്ടുള്ളത്. ക്ലാസിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആണ്. 6 പരീക്ഷകൾ, ബെഫ്കോ LD, കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ CPO, WCPO, VFA, ഫയർമാൻ, സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകളുടെ ഒക്കെ ട്രെയിനിങ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബാച്ച് കൂടെ ലഭിക്കും. കുറേ ബാച്ചുകൾ വാങ്ങിച്ച് കാശ് കളയണ്ട, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം അല്ലെ. ഒന്നാമത്തെ കാര്യം, ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല. ഇവിടുത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ശാസ്ത്ര സാങ്കേതിക മേഖലയിലേക്ക് വരുമ്പോൾ ISRO ബഹിരാകാശ മേഖല, ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ L1, ഗഗൻയാൻ, അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. സാമ്പത്തിക മേഖലയിലേക്ക് വരുമ്പോൾ ബഡ്ജറ്റും സ്കീംസും ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. സാഹിത്യ മേഖലയിലോ പുതുതായിട്ട് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയ അവാർഡുകൾ, അതിന് റീസെന്റ് ആയിട്ട് എഴുതപ്പെട്ടുള്ള ബുക്സ്, അതൊക്കെ നോക്കിയിട്ട് പോവാം. കായിക മേഖലയിൽ ഒളിമ്പിക്സ്, ഹോക്കി, ഫുട്ബോൾ, ലോകകപ്പ്, ഇതെല്ലാം ഒന്ന് കട്ടൊക്കെ നോക്കിയിട്ട് പോകാം കേട്ടോ. രഞ്ജി ട്രോഫിയും എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് തന്നെ നമ്മൾ നോക്കണം. ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെ വിശദമായിട്ടുള്ള എന്താ പറയുക ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ PDF യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഏരിയയിൽ ഞങ്ങൾ അതിന്റെ അഡീഷണൽ ഡേറ്റയും കൊടുത്തിട്ടുണ്ട്, അല്ല അസോസിയേറ്റഡ് ഫാക്ടുകളും കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 10 മാർക്കാണ് ഈ ഒരു മേഖലയിൽ നിന്ന് വ്യവസായങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അല്ലെ, ഹ്യൂമൻ ജോഗ്രഫി എന്നുള്ള ഏരിയ ആണത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകുന്ന ചില ഡേറ്റകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പ്രധാനപ്പെട്ട അറ്റങ്ങൾ, ഇന്ത്യയുടെ അറ്റം ഏത്, ഇന്ദിരാ കോൾ, ഇന്ദിരാ പോയിന്റ്, കന്യാകുമാരി, കിബുതു, ഗുഹാർമോത്തി, അല്ലെങ്കിൽ വടക്ക് തെക്ക് ദൂരം എത്രത്തോളം, അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഫാക്ടുകളെല്ലാം കാണാതെ അങ്ങ് പഠിച്ചേക്കണം. ഗെട്ടം വല്ലം നോക്കാൻ നിൽക്കേണ്ട, കാണാതെ അങ്ങ് പഠിച്ച് മുന്നോട്ട് പോകാട്ടോ. അതുപോലെ തന്നെ ഇനി അടുത്ത വർഷം വരാൻ പോകുന്ന LDC എക്സാമിനാണ് നിങ്ങൾ പരിശീലനം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു അടിപൊളി ബാച്ച്, അതായത് പരീക്ഷ എന്നാണോ അതുവരെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. അൺലിമിറ്റഡ് വാലിഡിറ്റി ആണ്. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് LDC എക്സാം 2027 എന്ന് വരെയാണ്. അതുവരെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്ന അടിപൊളി ബാച്ച് നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഇതും സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും. ഡെമോ ക്ലാസ് ലഭിക്കും. ഡെമോ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ ബാച്ചിലേക്ക് വന്നാൽ മതി. അത്രയും കോൺഫിഡന്റ് ആണ് ഞങ്ങളുടെ ബാച്ചിന്റെ കാര്യത്തിൽ. അപ്പൊ ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഇതാണ്. ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും രാജാറാം മോഹൻ റോയ് നോക്കിയിട്ടേ പോവാം. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ മസ്റ്റായിട്ട് നോക്കണം. സിലബസിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ നോക്കിയിട്ട് എക്സാമിന് പോവാവൂ. ഓക്കെ. അതുപോലെ ഡിഗ്രി മെയിൻസിന്റെ ബാച്ചിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. യെസ്. ഇവിടെ ഗാന്ധിയൻ കാലഘട്ടം, വിപ്ലവ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ കടല് പോലെയുള്ള ഏരിയ ആണ്. നമുക്കിതൊന്നും ഇനി തുടക്കം മുതൽ ഒടുക്കം വരെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനുള്ള സമയമോ സാഹചര്യം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് തന്നെ അത് പഠിക്കാം. സോറി. പിന്നീട് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതൊക്കെ ഏതൊക്കെയാ നോക്കുക. പിന്നീട് നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 32, റിട്ടുകൾ. അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകും. മറ്റുള്ള ഏരിയാസ് നിങ്ങൾ നോക്കി തന്നെ പോകണം അല്ലെ. ഇത് PDF നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് തരാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക.
ഇതിപ്പം ടെലിഗ്രാമിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ പെട്ടെന്ന് ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കുന്നത് പറ്റുവാണെങ്കിൽ ഞാൻ നമ്മുടെ അനുദീപ് അക്കാഡമിയുടെ ആപ്പ് ഉണ്ട് ആപ്പിൽ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ഫ്രീ മെറ്റീരിയൽസ് സെക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്കിത് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ സെറ്റ് ചെയ്ത് തരും റൈറ്റ് ബാക്കിയുള്ള ഏരിയ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക ഇത്ര ഏരിയ ഉണ്ടല്ലോ കണ്ടോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആൾക്കാർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് പക്ഷെ ഇപ്പോഴാണ് ടെലിഗ്രാമിന്റെ ഒരു വില നമുക്ക് മനസ്സിലാവുന്നതല്ലേ പണ്ട് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ടെലിഗ്രാമിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്കത് കൃത്യമായിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം PDF പ്രിന്റ് എടുക്കാൻ അങ്ങനെ ചെയ്യാം അല്ലേ കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും ആപ്പ് ഉണ്ടല്ലോ ആപ്പ് വഴി നമുക്കിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ യെസ് അപ്പോൾ മാത്തമാറ്റിക്സിന്റെ സെക്ഷൻ ഇത്രയാണ് യെസ് അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് തന്നെ പഠിക്കാം നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വരുമെന്ന് പറഞ്ഞാൽ മതി നമ്മളത് പരിഗണിക്കാം കേട്ടോ ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം ഈ പ്രിലിംസ് അല്ല നമ്മുടെ ലക്ഷ്യം ഫൈനൽ ജോലിയാണ് അതുകൊണ്ട് തന്നെ മെയിൻസിന്റെ നിലവാരത്തിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ പ്രിലിംസ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി പഠിച്ചോളും ഓട്ടോമാറ്റിക്കായി ജയിച്ചോളും ഓട്ടോമാറ്റിക്കായി ആ കടമ നിങ്ങൾ ചാടി കിടക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഉഷാറായി തന്നെ പഠിക്കുക കേട്ടോ നമ്മുടെ ബാച്ചിന്റെ അഡ്മിഷന് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ നേരത്തെ ഉഷാറായി പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആൾക്കാർ കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക വിൻ ജയിച്ചിരിക്കും ഓൾ ദി ബെസ്റ്റ്